ഒരവസരം എനിക്ക് തന്നിരിക്കുകയാണ്. ഈ അവസരം എനിക്ക് വ്യക്തിപരമായി ലഭിച്ചതല്ല. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, UDFന്റെ പ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി, ഐക്യത്തോടുകൂടി ആ കോൺഗ്രസ് എനിക്ക് തന്ന ഈ അവസരം നല്ല രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കാനും 2 തവണയായി നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചുപിടിക്കാനും എൻ്റെ പിതാവ് 3.5 പതിറ്റാണ്ടുകാലം നിലമ്പൂരിലുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ചെയ്യുന്നതിനും ഈ കഴിഞ്ഞ ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലം നിലമ്പൂരിലുണ്ടായ വികസന മുരടിപ്പ്, അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ന് ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥ, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു പ്രതിവിധി എന്ന നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് കിട്ടിയ ഈ അവസരം അത് തീർച്ചയായും എന്നെപ്പോലെ പലർക്കും ഇവിടെ മത്സരിക്കാൻ അവസരം അതിന് യോഗ്യതയുള്ളവരും അർഹതയുള്ളവരുമാണ്. പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും മത്സരിക്കാൻ കഴിയില്ല, ഒരാൾക്കേ മത്സരിക്കാൻ കഴിയൂ. ഞങ്ങൾ ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചത്, അത് നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്, ആര് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിലും അത് ഞാനാവട്ടെ ഞാനല്ലാതെ മറ്റൊരാളാവട്ടെ ആരായാലും നിലമ്പൂരിൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കും. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന, UDF തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ ബാധ്യതപ്പെട്ടവരാണ് എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ്. അതനുസരിച്ച് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. മുൻകാലത്തെ അപേക്ഷിച്ച് വളരെ നല്ല രൂപത്തിൽ ആ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലത്തുണ്ടായ നിലമ്പൂരിലെ നിരവധിയായ തെരഞ്ഞെടുപ്പ് വിധികൾ, അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം. UDFനൊരു വലിയ മുന്നേറ്റം നിലമ്പൂരിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ വിജയത്തിന് തുണയാവും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പാർട്ടിയോട്, അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തോട്, ദേശീയ നേതൃത്വത്തോട് അവർ എന്നിൽ അർപ്പിച്ച ഈ വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവർ നൽകിയ ഈ വിശ്വാസമനുസരിച്ച് ഒരു നല്ല വിജയമുണ്ടാക്കാൻ ഉള്ളൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. എന്തായാലും അതിന് എല്ലാ പ്രവർത്തകരുടെയും പിന്തുണയുണ്ടാവണം. മാത്രമല്ല, നിലമ്പൂരിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 200 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട്, കവളപ്പാറ ദുരന്തത്തിൽ, ആ ദുരന്തത്തോടൊപ്പം ഉണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 200 ചില്ലാനം ഏകദേശം 300ഓളം വീടുകൾ, ആ ആദിവാസികൾ ഇന്നും 6 വർഷക്കാലമായി ഇപ്പോഴും നീല പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിനുള്ളിൽ കഴിയാണ്. ശൗചാലയമില്ല, വെള്ളമില്ല, അവർക്ക് ഭക്ഷണമില്ല. മാത്രമല്ല, അവർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ട കുറേ ആളുകൾ. ഇവിടെ തന്നെ നമുക്കറിയാം, മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതം. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് ഈ ഭൂമിയിൽ ഇവിടെ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വന്ന മലയോര കർഷകരാണ്. അവർ ഈ മണ്ണിൽ അധ്വാനിച്ച്, അവർ വിയർപ്പൊഴുക്കി, അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്ന് മാത്രമല്ല, ആ വിളഭൂമിയിൽ അവിടെ വിയർപ്പൊഴുക്കിയ മണ്ണിൽ തന്നെ അവർ കാട്ടുമൃഗങ്ങളുടെ ആക്രമണമേറ്റ് അവിടെ രക്തം ചിന്തി മരിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവുകയാണ്. നിരവധി ആദിവാസികൾ വേട്ടയാടപ്പെടുകയാണ്. ഇതിനൊന്നും യാതൊരു പരിഹാരവും ഇന്നേ വരെ ഉണ്ടാക്കിയെടുക്കാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി, ഏകദേശം 9 വർഷം കഴിഞ്ഞിട്ടും ഇന്നേ വരെ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന്, ഇടതുപക്ഷ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. അങ്ങനെ നീറുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നിലമ്പൂരിലെ, നിങ്ങൾക്കറിയാം, നിലമ്പൂരിലെ വികസന മുരടിപ്പ്, ഈ കഴിഞ്ഞ 9 വർഷമായി ഉണ്ടായ വികസന മുരടിപ്പ്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. ഇതൊക്കെ പരിഹരിക്കാൻ എല്ലാവരുടെയും കൂട്ടായ നേതൃത്വത്തെ, എല്ലാവരുടെയും ഒരുമിച്ച് കൊണ്ടുള്ള
പോരാട്ടത്തിലൂടെ, നീക്കത്തിലൂടെ, മുന്നേറ്റത്തിലൂടെ അത് സാധിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് പാർട്ടിയോടും UDF-നോടുമുള്ള ഈ അവസരം തന്നതിന് UDF-നോടുമുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, നിലമ്പൂരിൽ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിധികളാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്നത്. മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ ഇടതുപക്ഷത്തിന് സീറ്റ് പിടിച്ചെടുക്കുന്നു. നിലവിലുള്ള സീറ്റുകൾ അതിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് വിധികൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൂർണ്ണമായും മാത്രമല്ല, ഒരു കാലത്തുമില്ലാത്തതുപോലെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ നടത്താൻ സാധിച്ചു. വോട്ട് ചേർക്കുന്ന കാര്യമാണെങ്കിലും, അത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും, ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കലാണെങ്കിലും, ചുമരെഴുത്ത് പോലും നടത്തിക്കഴിഞ്ഞ് സ്ഥാനാർത്ഥിയുടെ പേരിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസമുണ്ട്. രാഷ്ട്രീയ സാഹചര്യം വളരെ അനുകൂലമാണ്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു പല പേരുകൾ പരിഗണിക്കപ്പെട്ടു. അതിൽ DCC പ്രസിഡന്റ് ജോയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇനി ഒരുമിച്ച് പോകാൻ, എല്ലാവരും ഒരുമിച്ചുകൊണ്ട് അത് ഇതിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുള്ളൊരു പ്രവർത്തനമായിരിക്കും നടത്തുക. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഒറ്റക്കെട്ടായിട്ടായും ഞങ്ങൾ മുന്നോട്ട് പോവുക. അത് ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ആരാണ് സ്ഥാനാർത്ഥി എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും, അല്ലെങ്കിൽ UDF തീരുമാനിക്കും. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങളിൽ ആരെങ്കിലും ആയാലും അത് നിർവഹിക്കപ്പെടുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞത്. എങ്ങനെ? അല്ല, അതൊക്കെ നമുക്ക് പിന്നീട് പിന്നെ ഒരുമിച്ച് നിർത്തണ്ടേ? ശരിക്കും ആണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി. അതെ, തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. നേതൃത്വം ആ കാര്യങ്ങളിലൊക്കെയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊക്കെയുള്ള വ്യക്തവും യുക്തവുമായ തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അതൊക്കെ നേതൃത്വത്തോട് നിങ്ങൾ ചോദിക്കുക. നേതൃത്വം സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അനുനയിപ്പിക്കേണ്ടതാണെന്ന് തോന്നില്ലേ? ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങളിൽ UDF നേതൃത്വം അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് UDF നേതൃത്വം ആ കാര്യത്തിലൊക്കെ യുക്തവും വ്യക്തവുമായ തീരുമാനമെടുക്കും. യാതൊരു സംശയം. പാണക്കാട് പോകുന്നുണ്ടോ? ഇന്ന് പാണക്കാട് പോകുന്നുണ്ട്. അല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. വീണ്ടും പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അൻവറുമായിട്ടുള്ള പ്രശ്നങ്ങളും സംഗതികളും ചർച്ചകളും ഒക്കെ UDF ആണ് തീരുമാനിക്കേണ്ടത്. ആ UDF ആ കാര്യങ്ങളിൽ വ്യക്തവും സുവ്യക്തവുമായ തീരുമാനം ഉണ്ടാവുന്ന പാണക്കാട് പോകുന്നുണ്ടോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കബറിടത്തിലേക്ക് പോവും. അത് കഴിഞ്ഞതിന് ശേഷം പാണക്കാട് പോവും. പാണക്കാട് പോയതിന് ശേഷം ബാക്കിയുള്ള DCC ഓഫീസിലൊക്കെ പോയി ബാക്കിയുള്ള നേതാക്കളെയൊക്കെ കണ്ട് സംസാരിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെയും K കരുണാകരൻ പിന്നെ നേതാവിൻ്റെയും ഒക്കെ പിന്നെ അവരുടെയൊക്കെ കബറിടത്തിൽ പോയി സന്ദർശിച്ച് അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ളത് തുടങ്ങുന്നത്. നാളെ രാവിലെ മുതൽ